ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു സൂപ്പർ എപ്പിസോഡ് കൂടെ കണ്ടാലോ. അപ്പോൾ ഇപ്പോൾ പുതിയ കുട്ടി വന്നിട്ടുണ്ടല്ലോ, നമ്മളതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് പുതിയ കുട്ടി ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പ്രണവിന് ആ കുട്ടിയോട് പ്രണയം തോന്നണതും പിന്നെ അത് ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമ്മുടെ നിധിയും ഗൗതമും കടന്ന് പടപാട് പെടുന്നതൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞാൻ പറഞ്ഞ ഫോണൊക്കെ മാറിയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിധി പെട്ടെന്ന് നോക്കുമ്പോൾ റോഡിൽ രണ്ടുപേര് നിന്നിട്ട് ഇങ്ങനെ വഴക്കിടാണ് കേട്ടോ, ഒരാങ്ങളെയും പെങ്ങളും നിന്നിട്ട്. അപ്പം ഗൗതമാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഗൗതമിന് ഫോൺ വന്നിട്ടുണ്ട്. പാറു ബാക്കിലുണ്ട്, നമ്മുടെ പ്രണവാണെങ്കിൽ വെള്ളം മേടിക്കാനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ നിധി പെട്ടെന്ന് ഇവർ എന്താ വഴക്കെന്ന് വെച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ശിവാനിയുടെ സെയിം കേസാണ് കേട്ടോ. അതായത് ഈ കുട്ടീനെ നല്ല വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ആ കുട്ടി അത് കളഞ്ഞ് വന്നിട്ട് ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ട് അത് കളഞ്ഞ് വന്നിട്ട് അപ്പോൾ ആങ്ങൾ അതിനെക്കുറിച്ചിട്ട് സങ്കടപ്പെടുകയാണ്. വളരെ ഇതായിട്ട് സങ്കടപ്പെട്ടിട്ട് കുട്ടീനെ ഓരോന്നൊക്കെ പറയണതും അവസാനം രണ്ടുപേരും കൂടി കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സിറ്റുവേഷൻ കണ്ട വശം നമ്മുടെ നിധിയുടെ മനസ്സൊക്കെ മാറി. അതുവരെ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന നിധി പെട്ടെന്ന് ശിവാനീനെ വീണ്ടും ഓർക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിയുടെയും പിന്നെ അമ്മാവൻ്റെയും സങ്കടം അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗൗതം അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിധി. പക്ഷേ ഫോണിൽ തന്നെയാണ് കൂടുതലും. അത് കഴിഞ്ഞ് പ്രണവ് വെള്ളമൊക്കെ മേടിച്ച് വന്നിട്ട് ഇവർ അങ്ങനെ പോന്നു. അങ്ങനെ വൈകിട്ടിരിക്കുമ്പോൾ നിധി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. വീണ്ടും നിധി ഡൗൺ ആയിട്ടോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗൗതം എന്തൊക്കെയോ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ നിധി അതൊന്നും ശ്രദ്ധിക്കണില്ല കേട്ടോ. കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിപ്പോൾ വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്നു. ഒരു സമയത്ത് പ്രണവിനെയും നമ്മുടെ ഐശ്വര്യനെയും കൂടി ഒന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ശിവൻ്റെ കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇനി ഇവരുടെ ജീവിതം ഇങ്ങനെ ആയേ തന്നെ, കല്യാണം കഴിഞ്ഞ് ഇവർ സന്തോഷമായിട്ട് ജീവിക്കാൻ ആയേ തന്നെ അവളുടെ ശാപം അല്ലെങ്കിൽ അവളുടെ ദേഷ്യം ഇവരെ പിന്തുടരില്ലേ. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല ഗൗതം എന്ന് പറയണം കേട്ടോ. ഇത് കാരണം ഇപ്പോൾ എല്ലാവരും സമാധാനം പോകുന്നത് തോന്നണേ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഗൗതം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അതിനിപ്പോൾ പ്രണവും ഐശ്വര്യം തമ്മിൽ ഒന്നായാലല്ലേ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഗൗതം ഉദ്ദേശിക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിധി പെട്ടെന്ന്. അവർ തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നിധി പറയുന്നത് എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ പറയും, ഐശ്വര്യയും പ്രണവും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും എല്ലാം വെറും ഡ്രാമയാണെന്ന് പറയും. നിധി ആകെ ഇങ്ങനെ കണ്ണു തുറച്ച് നിൽക്കണ്ട കേട്ടോ, എന്തേ ഗൗതം പറയണേന്ന് മനസ്സിലാവാതെ. അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ഐശ്വര്യയെ കണ്ടതും പിന്നെ കോവിൽ വെച്ച് കണ്ടതും ഇന്ന് അവർ തമ്മിൽ നടന്ന റൊമാൻസും അതൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഒന്നും യാദൃശ്ചികമായിട്ട് നടന്നതല്ല, എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത മാതിരി എൻ്റെ സ്കെച്ച് മാതിരിയാണ് നടന്നതെന്ന് പറയുന്നുണ്ട്. ഗൗതമി പറയണേ എനിക്കൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ തന്നെ എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കാം, എന്തുണ്ടായിന്ന് പറയാമെന്ന് പറയൂ കേട്ടോ. എല്ലാം തിരിയണ പോലെ തന്നെ പറഞ്ഞു തരാമെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഗൗതം പറയുന്നുണ്ട്, ശിവാനി അവനോട് ചെയ്ത ചതി അറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇനി അവൾ വേണ്ടാന്ന് തീരുമാനിച്ചത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അവളെ ഇനി ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ആ കയ്യെഴുത്ത്, അതായത് ആ സൈൻ ചെയ്ത് മേടിച്ചല്ലോ, അതും കറക്റ്റ് തന്നെയാണ്. ഇനി ഒരു കാലത്തും അവൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും. പക്ഷെ നീ ഒരു ദിവസം ഞാനായിട്ട് വഴക്കിട്ടത് ഓർമ്മയുണ്ടോ, അവളുടെ ജീവിതം പോയി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ നിമിഷം ഞാൻ എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചു, അതിൽ നീ കുറച്ച് സമാധാനിച്ചു. എന്നാലും നിൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കി നിധി, നിൻ്റെ ഉള്ളിൽ നടക്കണ പോരാട്ടങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. എപ്പോഴാണെന്നറിയോ നിനക്ക് എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്നിട്ട് ഗൗതം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം നിധി എല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഗൗതം ചെല്ലുമ്പോൾ നിധി ശിവാനിയുടെ ഫോട്ടോ എടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ ചെയ്ത തെറ്റുകാരനല്ലേ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത്, നിന്നെ വീടിന്ന് പുറത്താക്കിയെന്ന് വെച്ചാലും നിൻ്റെ ജീവിതം എങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ നിമിഷവും എനിക്ക് വിഷമാണ് എന്നും പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ഫോട്ടോ നോക്കിയിരുന്ന് കരയണം കേട്ടോ. നിധി ഇങ്ങനെ പറയണ്ട കേട്ടോ, നല്ലൊരു ജീവിതം കിട്ടിയിട്ട് നീ തന്നെ അതിൽ മണ്ണ് വാരിയിട്ടു. ഇനിയിപ്പോൾ നിൻ്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് ഞാനിവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ നിനക്ക് പകരം ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തന്നെ ദൂത് പോകേണ്ട അവസ്ഥയാണ് എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ എണ്ണിപ്പറക്കി കറിയണത്. നീയായിട്ട് നിൻ്റെ ജീവിതം കളഞ്ഞു, എൻ്റെ സമാധാനം കളഞ്ഞു എന്ന് പറയണ്ട. ഇപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഐശ്വര്യനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ പോവാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ നിൻ്റെ ജീവിതമോ, നീ കാരണം അമ്മാവ് അനുഭവിക്കുന്ന സങ്കടമോ, ഇതിനൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടാണ് ഇരുന്ന് കരയണത് കേട്ടോ. പക്ഷേ ഗൗതം ബാക്കിൽ വന്ന് നിൽക്കണത് കണ്ടിട്ടില്ല. ഗൗതം ഒന്നും മിണ്ടാണ്ട് പോവുകയും ചെയ്തു. നിന്നെ ആ ഒരു ഇത് കേട്ടോട് കൂടിയിട്ട് ഞാൻ എല്ലാ തീരുമാനവും മാറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ദുഃഖങ്ങളും മറന്നിട്ട് നീ പ്രണവിനെ ഐശ്വര്യം കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് നന്നായി മനസ്സിലായിരുന്നു നിധി. അപ്പോൾ മുതൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. അവൾ ശിവാനി ചെയ്ത തെറ്റിനെ നീ ശിക്ഷിക്കാൻ ശ്രമിച്ചാലും അതുകൊണ്ട് അവളുടെ ജീവിതം പോവരുതെന്നുള്ള നിൻ്റെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ,
അത് ഞാൻ കണ്ടു. എനിക്ക് ശിവാനിയോട് നല്ല ദേഷ്യമുണ്ട്. എന്നാലും കൂടി നിൻ്റെ വേദന അതാണ് എനിക്കതിലും വലുത്. ആ വേദനയിൽ ഞാൻ അവളോടുള്ള ദേഷ്യം മറന്നു. അതുകൊണ്ടാണ് നീ പോലും അറിയാതെ നിൻ്റെ മനസ്സിൽ നടക്കണ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം കണ്ടെത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിനൊക്കെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ തിരിച്ചും ശിവാനിയും പ്രണവും ഒന്നിക്കണത് അതെനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ്. എന്നാൽ സ്നേഹം എന്താ, ജീവിതം എന്താണെന്ന് പോലും അറിയാതെ നടക്കണ ശിവാനിക്ക് ഇനിയൊരു ജീവിതം കൂടി കിട്ടുകയാണെങ്കിൽ അവളുടെ അഹങ്കാരം ഒരിക്കലും തീരില്ല. എന്നാൽ അവൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില അവൾ നന്നായി അറിയണം. എന്നിട്ട് മാത്രമേ അവൾ തിരിച്ചൊരു ജീവിതത്തിലേക്ക് വരാൻ പാടുള്ളൂ. അതുകൊണ്ട് വളരെ ആലോചിച്ചാണ് ഞാൻ ഈ കാര്യം ഐശ്വര്യമായിട്ട് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീ ഇതിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കണം കേട്ടോ. എന്താ നീ ഇങ്ങനെ നോക്കണേ? ഐശ്വര്യനെ എനിക്ക് എങ്ങനെ അറിയുമെന്നാണോ എന്ന് വിചാരിക്കണേ? അവൾ വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ്. ഗൗതം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ഐശ്വര്യ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഐശ്വര്യ വരികയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെ കുറിച്ച് ചോദിക്കണ്ടേ, എന്ത് പറയണു നിൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിന് എന്താ, നിങ്ങളുടെ ഫ്രണ്ടിന് എന്താ, ഇടയ്ക്കിടയ്ക്ക് ഓരോ ബിസിനസ് തുടങ്ങും, അത് ലോസാവും, അതിനുശേഷം വീണ്ടും ജോലിക്ക് പോകും, വീണ്ടും ബിസിനസ് തുടങ്ങും, വീണ്ടും ലോസ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എന്താ അല്ല എന്തിനാ വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമിന് പറയാനൊരു മടി. അതെന്ന് പറഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ മടിച്ച് നിൽക്കണം കേട്ടോ. എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറയും കേട്ടോ. അത്രയേ ഉള്ളൂ, എന്താ വെച്ചാൽ പറഞ്ഞോളൂ, എന്ത് ഉപകാരം വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. പക്ഷെ അതെങ്ങനെ ഐശ്വര്യോട് പറയുമെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയട്ടെ ഗൗതം. അതിനെന്താ പറഞ്ഞോളൂ, ഞാൻ അന്ന് പഠിക്കാൻ കാശില്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച് ഒരു ഡിഗ്രി ഹോൾഡർ ആക്കിയതൊക്കെ ഗൗതമേട്ടനല്ലേ. നന്ദി ഞാൻ തിരിച്ച് കാണിക്കണ്ടേ? എന്ത് വേണമെങ്കിൽ ചെയ്യാം, പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നിട്ട് ഗൗതം മടിച്ചിട്ടോ ഇങ്ങനെ കാര്യം പറയണത്, പ്രണവിനെ പ്രണയിക്കാനായിട്ട് അഭിനയിക്കണം എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഞെട്ടും. എന്നിട്ട് പറയും, അതെന്താ അങ്ങനെ പറയണേ, അന്ന് കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നാണല്ലോ പറഞ്ഞിരുന്നതെന്ന് പറയട്ടെ. കല്യാണം കഴിഞ്ഞു, പക്ഷേ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ശിവാനി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ആ കുട്ടി സമ്മതിക്കും. ഗൗതം ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട് കേട്ടോ. എന്നൊരു കാര്യം നീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിന് ഒരു ദോഷവും വരരുത്, അത് പ്രത്യേകിച്ച് നീ ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ പറയാം, അത് ഞാൻ നോക്കിയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തായി ജോലി എന്ന് ചോദിക്കുമ്പോൾ പറയും ജോലിയൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്താ പഠിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ വീടാണ്, ടീച്ചറുടെ വേക്കൻസി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും പറ്റിയെങ്കിൽ ജോലി ശരിയാക്കി കൊടുക്കേണ്ട കാര്യം പറയുമ്പോഴാണ് ഗൗതം തന്നെയാണ് ഇവിടെ ജോലിയും ശരിയാക്കി കൊടുത്തത് കേട്ടോ. ഇത് കേട്ടോട് കൂടിയിട്ട് ദിദിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ ഓടി വരേണ്ട ഗൗതമിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ പറയണേ? അപ്പോൾ ഐശ്വര്യയും പ്രണവും തമ്മിലുള്ള പ്രണയം വെറും നാടകമാണെന്നാണോ എന്ന് ചോദിക്കേണ്ടിട്ട്. അതെ എന്ന് പറഞ്ഞിട്ട് തരയിട്ടിട്ടു. അതൊക്കെ ഫുള്ള് ഡ്രാമയാണ് അവർ തമ്മിലുള്ളത് പറയും കേട്ടോ. അതായത് പ്രണവിനറിയില്ല, ഐശ്വര്യക്ക് അറിയാം. അപ്പോൾ ഇത്ര നാൾ എന്നെ അറിയാത്ത മാതിരി നടിച്ചതൊക്കെ ഡ്രാമയായിരുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ നിധി. അപ്പോൾ ഗൗതം ചിരിച്ചിട്ട് തലയാട്ടുണ്ട്. ഗൗതം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശിവാനിക്ക് അസൂയ തോന്നണം. ഇവർ തമ്മിലുള്ള പ്രണയം കണ്ടിട്ട് ശിവാനി തിരിച്ചു വരണം. അതായത് നഷ്ടപ്പെട്ടതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് ശിവാനി തിരിച്ചു വരണം. അത്രമാത്രമാണ് കേട്ടോ ഇപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മുടെ പാവം പാറുവിനും അറിയില്ല, പ്രണവിനും അറിയില്ല കേട്ടോ അത്. അപ്പോൾ തന്നെ നിധി എടുത്തിട്ട് വിളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐശ്വര്യനെ വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം തടയുന്നുണ്ട്, വേണ്ട, ഇപ്പം നീ അറിഞ്ഞത് അവളറിയണ്ട, അങ്ങനെ തന്നെ അങ്ങനെ പോട്ടെ അവരുടെ, അല്ലെങ്കിൽ അവളുടെ അഭിനയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അപ്പോൾ അത് പ്രശ്നമാവില്ലേ, അതുകൊണ്ട് ഇപ്പം നീ അറിഞ്ഞതായിട്ട് നടിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിധി വിളിക്കണില്ല. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ.